ഈ ബംഗാളിൽ വിധിയെഴുത്ത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഏത് തരത്തിലാണ് ജനങ്ങൾ വിധിയെഴുതുന്നത്? സുരേഷ്, ഇപ്പോൾ എന്തായാലും 63.81% പോളിംഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ ആശ്വാസകരമാവുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇത്തവണ വെസ്റ്റ് ബംഗാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർധനവ് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വിഷയം എന്ന് പറയുന്നത്, അതായത് മുർഷിദാബാദും അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ രീതിയിലുള്ള കേന്ദ്രസേനയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻകാലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. കാരണം ഈ തൃണമൂൽ പ്രവർത്തകർ വോട്ടർമാരെ വോട്ടിടാൻ അനുവദിക്കുന്നില്ല, അതോടൊപ്പം തന്നെ വീട്ടുതടങ്കലിലാക്കി എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കേന്ദ്രസേനയും പോലീസിനെയും ശക്തമായ രീതിയിലുള്ള സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, മുർഷിദാബാദിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായ പെട്രോൾ ബോംബ് സ്ഫോടനം തന്നെയാണ്. അതിൽ കുറച്ച് പേർക്ക് പരിക്ക് പറ്റി അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഭരണവിരുദ്ധത ശക്തമായി തന്നെ നിലവിൽ ഈ സംസ്ഥാനത്തുണ്ട്. ആ ഒരു ഭരണവിരുദ്ധത സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അനുകൂലമാകും. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലികളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷായുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അമിത്ഷാ എവിടെയൊക്കെയാണോ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ളത്, ആ സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായ രീതിയിൽ തന്നെ വിജയിക്കാനും ഒരുപാട് സീറ്റുകളുടെ വർധന ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു വിജയം അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാളിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രാദേശിക തലത്തിൽ പോലും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. കൃഷ്ണരാജ്. വങ്കനാടിൽ ജനവിധി പുരോഗമിക്കുകയാണ്. ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.